ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗ്നൻ. കിച്ചൺ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നാനോ വൈറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നാനോ വൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കിച്ചൺ സ്ലാബിന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആണ് നാനോ വൈറ്റ്. ആൻഡ് നാനോ വൈറ്റിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന പ്രോബ്ലംസ്, ആ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാം, അതിന്റെ സൈസ്, തിക്നെസ്, പ്രൈസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആയിട്ട് ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നാനോ വൈറ്റ് എന്ന് പറയുന്നത്. നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നാനോ വൈറ്റ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നാനോ വൈറ്റ് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇന്ത്യയിലൊന്നും ഇതിന്റെ ഒരു മാനുഫാക്ചറിങ്ങോ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ഉണ്ട്, അതേപോലെ ഈ ഗ്ലാസ്, പിന്നെ കുറച്ച് നാച്ചുറൽ മിനറൽസ്. വളരെ ഹൈ ഹീറ്റിലാണ് ഇത് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഹൈ ഹീറ്റ് എന്ന് പറയുമ്പോൾ 1500 to 1800 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. ആൻഡ് 24 മണിക്കൂർ മുതൽ 26 മണിക്കൂർ വരെയൊക്കെ ഇത് ഈ ഹീറ്റിൽ ഇരുന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പല സീരീസിൽ ഈ നാനോ വൈറ്റ് വരുന്നുണ്ട്, G3, G5, G7 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ G7 ആണ് നമ്മളെ ലേറ്റസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന സമയത്ത് G7 വാങ്ങിക്കുന്നതാണ് നല്ലത്, കാരണം അതാണ് ലേറ്റസ്റ്റ്. അപ്പം മുന്നത്തെ സീരീസിൽ ഉണ്ടായിരുന്ന ഡിഫക്റ്റ് ഒക്കെ കുറെ ഇതില് അവര് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി നല്ല പ്രൊഡക്റ്റ് ആണ് G7 എന്ന് പറയുന്നത്. നാനോ വൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ G7 സീരീസ് വാങ്ങുന്നു. ഇനി നമ്മൾ ഈ G7 സീരീസിൽ തന്നെ പല ഗ്രേഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടൈലിനൊക്കെ ഗ്രേഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് നാനോ വൈറ്റിനെയും ഗ്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗ്രേഡ് ആണ്, അതിൽ ഒരു ഡിഫക്റ്റും ഇല്ല, അങ്ങനത്തെയാണ് ഫസ്റ്റ് ഗ്രേഡ് വരുന്നത്. ഇനി സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ചില ഭാഗത്ത്, ഈ നാനോ വൈറ്റിന്റെ ചില ഭാഗത്ത് പോളിഷ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന, അതായത് നമ്മൾ മാനുഫാക്ചറിംഗിൽ തന്നെ വരുന്ന ഡിഫക്റ്റ് ആണ് അത്. ആ നാനോ വൈറ്റ് ആണ് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. അപ്പൊ ഈ പോളിഷ് ചെയ്യാത്ത ഭാഗം, ഇപ്പൊ ഈ നാനോ വൈറ്റിന്റെ സ്ലാബിന്റെ എൻഡ് ഭാഗത്തൊക്കെയാണ് വരുന്നെങ്കിൽ ഒരു പ്രശ്നമല്ല, നമ്മൾ എന്തായാലും അത് കട്ട് ചെയ്ത് പോകും. അപ്പൊ അത് ഫസ്റ്റ് ഗ്രേഡ് പോലെ തന്നെ ആകും. അപ്പം അതാണ് ഈ പോളിഷിന്റെ ചില ഭാഗത്ത് വരായികയാണ് ഈ നാനോ വൈറ്റ് 7 സീരീസിലെ സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നാനോ വൈറ്റിന്റെ 7 സീരീസിൽ തേർഡ് ഗ്രേഡ് ഉണ്ട്. തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാകും. അപ്പൊ നാനോ വൈറ്റ് എന്ന് പറയുന്നത് ഹോൾസ് ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ്. എന്നാൽ കൂടെ ഈ മാനുഫാക്ചറിങ് സമയത്ത് ഇതൊരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിൻ്റെതായ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് വന്നിട്ടുള്ള ചെറിയ ഹോൾസ് ഉണ്ടാവുന്ന നാനോ വൈറ്റുകളാണ് ഈ G7 സീരീസിൽ തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തേർഡ് ഗ്രേഡ് ആവുമ്പോൾ ഇതിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഭയങ്കര വില കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് സെയിം G7 വളരെ വില കുറവ്, ചില സ്ഥലത്ത് G7 വളരെ വില കൂടുതൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രൈസ് വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മിക്കവരും പറയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അതിന്റെ പ്രൈസ് വേരിയേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ അത് ശരിക്ക് ഒരു ഡിസൈനറോ ആർക്കിടെക്റ്റോ ആയി പോയി തന്നെ കറക്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. സെക്കൻഡ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ നാനോ വൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ക്രാക്ക് വീഴുന്നതാണ്. അപ്പൊ ഈ ക്രാക്ക് വീഴുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാനോ വൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നാനോ വൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ G5 ആൻഡ് G7 സീരീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് G7ലാണെങ്കിൽ G5നെക്കാട്ടും ഗ്ലാസ് കണ്ടന്റ് കുറവാണ് വരുന്നത്. അപ്പൊ ഈ ഗ്ലാസ് കണ്ടന്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇതില് ക്രാക്ക് വരാനുള്ള സാധ്യത ഭയങ്കര മിനിമായി. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിനായിട്ട് ഉള്ള ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഐ മീൻ വർക്കേഴ്സ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ചെറിയ ഹെയർ ലൈൻ ക്രാക്കുകൾ ഉണ്ടാവും. ആ ഹെയർ ലൈൻ ക്രാക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് അത് വിസിബിൾ ആയിരിക്കില്ല. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്ലേഡ് തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായി കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ബ്ലാക്ക് കളർ കാണാന്ന് പറയും. മിക്കവരും പറയലുള്ള ഒരു പ്രശ്നമാണ്.
ഈ ബ്ലാക്ക് കളർ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ സ്ലാബ് കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ഈ ബ്ലാക്ക് കളർ കാണുന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഒരു ടൈം സെറ്റ് ചെയ്ത് ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ സ്ലാബ് കട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നാനോ വൈറ്റ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അതിലുള്ള ലേബർ വർക്ക് നമ്മൾ അത്രയും എക്സലന്റ് ആയിട്ട് ചെയ്താലാണ് ഈ പ്രോബ്ലം സോൾവ് ആവുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് കളർ വരുന്ന സ്പീഡ് മാത്രമല്ലാതെ ഒരു പ്രശ്നം കൊണ്ട് കൂടി നമുക്ക് ഈ ബ്ലാക്ക് കളർ കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ വരലുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഈ നാനോ വൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ബ്ലേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ നമ്മൾ നോർമൽ ബ്ലേഡ്സ് ഉപയോഗിക്കുകയാണെങ്കിലും ഈ പ്രശ്നം വരും. കാരണം എന്താ വെച്ചാൽ നോർമൽ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് ഭയങ്കര അധികമായിരിക്കും. അപ്പൊ ആ ഹീറ്റ് കൊണ്ടും ഈ ബ്ലാക്ക് കളർ വരും. അപ്പൊ നമ്മളിപ്പോ നോർമൽ ബ്ലേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്കൊരു പരിധി വരെ നമുക്ക് സോൾവ് ആക്കാം. അതിനെക്കാട്ടി നല്ലത് നമ്മൾ അതിനുള്ള സ്പെസിഫിക് ബ്ലേഡ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടിപ്പം നമ്മൾ കിച്ചൺ സ്ലാബ് ആണ് ഇടുന്നെങ്കിൽ ഒരു എൽ ഷേപ്പ് കിച്ചൺ അല്ലെങ്കിൽ യു ഷേപ്പ് കിച്ചൺ ഒക്കെ ആവുമ്പം അവിടെ ജോയിന്റ്സ് വരും അല്ലെ, ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ജോയിന്റ് വരും. അപ്പൊ ഈ ജോയിന്റിന്റെ അവിടെ യെല്ലോ കളർ വരിക എന്ന് പറയും. അപ്പം നമ്മൾ ഗം ഉപയോഗിക്കുമ്പോഴാണ് ഈ യെല്ലോ കളർ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാനോ വൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറസ്റ്റ് ഫോം ഓഫ് വൈറ്റ് ആണ്. ഭയങ്കര വൈറ്റ് കളറാണ്, വളരെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വൈറ്റ് ആണ്. അപ്പം ആ വൈറ്റിനെ മാച്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ ഏത് മെറ്റീരിയലിനും. അപ്പം നമ്മൾ ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗമ്മിന് ഓൾറെഡി ഒരു യെല്ലോ ഷെയ്ഡ്, ഒരു മൈൽഡ് യെല്ലോ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു യെല്ലോ കാണുന്നത്. അപ്പൊ ആ യെല്ലോന് പകരം, ആ ഗമ്മിന് പകരം നമ്മൾ ഗ്ലോസി എപ്പോക്സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വൈറ്റ് കളർ ഗ്ലോസി എപ്പോക്സി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് G5 ആൻഡ് G7 നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? നമ്മളൊരു ഷോപ്പിൽ പോയി നോക്കുമ്പോൾ ഇതിന് പൊതുവെ അവർ പറയുന്നത് ലൈറ്റ് ടെക്നോളജി എന്നാണ്. അതായത് നമ്മളൊരു സ്ലാബിന്റെ പുറകുന്ന ലൈറ്റ് അടിച്ചു നോക്കുന്ന സമയത്ത് G5 ആവുമ്പോൾ കുറവ് ലൈറ്റേ അതിലൂടെ പാസ് ആവുള്ളൂ, G7 ആവുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ലൈറ്റ് പാസ് ആവും എന്നാണ് പറയുന്നത്. ആൻഡ് G5 ആവുമ്പോൾ ഒരു വാം ലൈറ്റ് ആണ് പാസ് ആവുന്നത്, മറ്റേതാവുമ്പോൾ നല്ല G7 ആവുമ്പോൾ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ലൈറ്റ് തന്നെ പാസ് ആവും. ആൻഡ് നാനോ വൈറ്റ് എന്ന് പറയുന്നത് കുറെ അധികം ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ പേഴ്സണലി കുറെ പ്രൊജക്റ്റിൽ നാനോ വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവർക്കും ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ പ്രോപ്പർ ആയിട്ട് ഷോപ്പിൽ പോയി നോക്കി സെലക്ട് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് വേറല്ല, ഭയങ്കര എസ്തെറ്റിക് ഫീല് കൂടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൂടെ നോക്കി നോക്കാം. നമുക്ക് നാനോ വൈറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിന്റെ എസ്തെറ്റിക്കൽ ബ്യൂട്ടിയാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ വൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരു മെറ്റീരിയൽ ഇല്ല മാർക്കറ്റിൽ. അത്രയും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് മോഡേൺ ആൻഡ് കണ്ടംപററി ഡിസൈനിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു കിച്ചൺ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ലാബ് മതി, ആ ഒരു കിച്ചൺ ഹൈലൈറ്റഡ് ആവും. ആ ഒരു അത്രയും ഭംഗിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ റിഫ്ലക്റ്റീവ് നേച്ചർ. ഇതിൽ ഗ്ലാസ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പോലെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു ചെറിയ കിച്ചണൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ലാബ് ആണ് കൊടുക്കുന്നെങ്കിൽ ഈ ലൈറ്റ് റിഫ്ലക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ആ കിച്ചൺ കുറച്ചുകൂടെ വലുതായി തോന്നിക്കും, കുറച്ചുകൂടെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്ക്രാച്ച് ആൻഡ് കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. നമ്മളൊരു പാത്രം ഇട്ട് വലിച്ചു കഴിഞ്ഞാലൊന്നും ഇതിന് സ്ക്രാച്ച് ഒന്നും വീടില്ല. അത് വെച്ചിട്ട് ഞാൻ കത്തി വെച്ചിട്ട് ഉറയ്ക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് സ്ക്രാച്ച് പ്രൂഫ് അല്ല, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, അതേപോലെ കെമിക്കൽ റെസിസ്റ്റന്റ് ആണ്. നമുക്കാണെങ്കിൽ ഡിറ്റർജന്റ് അതേപോലെ ഇങ്ങനെ ക്ലീനിങ് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ സ്ലാബ് ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. അതായത് നമുക്കാണെങ്കിൽ മഞ്ഞളുടെ കറ അല്ലെങ്കിൽ കോഫീന്റെ കറ ഇതൊന്നും ഇതിന്റെ മേലെ പറ്റി നിൽക്കുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വാറണ്ടി അവർ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് ഇതിന്റെ ഹാർഡ്നെസ് ആണ്. ഇതിന് നല്ല ഹാർഡ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താലൊന്നും ഇത് പൊട്ടൊന്നുമില്ല. അത്രയും ഹാർഡ്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അത്രയും ഹൈ ടെമ്പറേച്ചറിൽ അത്രയും ലോങ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഹാർഡ്നെസ് വരുന്നത്. പിന്നെ ഇതിന്റെ വരുന്നത് എബ്സോർപ്ഷൻ ആണ്. ഇതിനാണെങ്കിൽ ഓൺലി 0.1% ഇതിന് വാട്ടർ എബ്സോർപ്ഷൻ ഉള്ളൂ. അപ്പൊ പ്രത്യേകം ഇതിനൊരു സീലന്റോ ഒന്നും ഇതിന്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ ഇടുന്നത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി വളരെ ഹൈ ആണ്. ഇപ്പൊ നമ്മളെ നാട്ടിലേക്ക് വന്നിട്ട് തന്നെ ലൈക്ക് 10 years ആൻഡ് മോർ ആയി. അപ്പൊ
അപ്പൊ അത്രയും ഡ്യൂറബിൾ ആയിട്ട് ഒരു ലൈഫ് ലോങ് മെറ്റീരിയൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കരുതാൻ പറ്റും. നാനോ വൈറ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ G7, G5, G3 ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ G5 അല്ലെങ്കിൽ G3 ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് അല്ല, സ്ക്രാച്ച് റെസിസ്റ്റന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും G7 തന്നെ നോക്കിയെടുക്കണം. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഗ്ലാസ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഗ്ലാസ്സിനുള്ള കുറച്ച് ഡിഫക്റ്റുകളൊക്കെ ഈ പ്രൊഡക്റ്റിനും ഉണ്ടാകും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ G5, G3 ഒക്കെ എങ്ങനെ G7 നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ അതിനൊരു ടെക്നിക്ക്, ഇതിന്റെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. G7 ആകുമ്പോൾ ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും, G5 ഒക്കെ ആകുമ്പോൾ അതിന് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ഷോപ്പിൽ പോയി നോക്കുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ പേര് പറഞ്ഞ പോലെ നാനോ വൈറ്റ് എന്നാണ്. വേറെ ഒരു കളർ ഷെയ്ഡിലും ഇത് അവൈലബിൾ അല്ല, ആകെ വൈറ്റ് കളറിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്കൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ്, ഇത് കുറച്ച് കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ചൈനയിൽ നിന്നാണ് വരുന്നത്, ഇതൊരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ആയി വരുമ്പോൾ ഇതിന്റെ കോസ്റ്റ് കൂടും. അതേപോലെ ഇതിന്റെ ഫിക്സ് ചെയ്യുന്ന ലേബർ ചാർജ് എല്ലാം കുറച്ച് ഹൈ ആണ്. അപ്പൊ നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് റേറ്റ് ഹൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ നാനോ വൈറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ ഫീറ്റിന് ₹500 ആൻഡ് എബോവ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 18 mm ആണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നാനോ വൈറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കിച്ചൺ സീരീസിന്റെ പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് ഇനിയും കാണാം. വേറെയും കുറെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ.